നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഖത്തർ സമർപ്പിച്ച ബന്ദി കൈമാറ്റ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി ഇസ്രായേൽ. യുദ്ധം പൂർണ്ണമായി നിർത്താതെ ബന്ദി കൈമാറ്റ ചർച്ചയില്ല എന്ന നിലപാട് ആവർത്തിച്ച ഹമാസ് രംഗത്ത്. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം സംബന്ധിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുമായി US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ചർച്ച നടത്തി. ആക്രമണത്തിൽ ഇന്നലെയും 200ഓളം പേർ കൊല്ലപ്പെട്ടു. ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജെറുസലേമിൽ വൻ പ്രതിഷേധവും ഉണ്ടായി. ഇസ്രായേലിനെ വെറുതെ വിടില്ല എന്ന മുന്നറിയിപ്പുമായി വീണ്ടും ഇറാൻ രംഗത്തെത്തി. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ച നടത്തുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ് ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ല എന്ന നിലപാടിലാണ് നെതന്യാഹു. ഖത്തർ സമർപ്പിച്ച നിർദ്ദേശം രാത്രി ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം ചെയ്തതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം നേരത്തെയുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്ന് ഹമാസ് നേതാക്കൾ പ്രതികരിച്ചു. ആക്രമണം പൂർണ്ണമായി നിർത്താതെ ബന്ദി കൈമാറ്റം ഉണ്ടാകില്ല എന്ന് അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറയുന്നു. മധ്യസ്ഥ രാജ്യമെന്ന നിലയ്ക്ക് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഖത്തർ നിർണായക റോളാണ് വഹിക്കുന്നത് എന്ന് US പ്രത്യേക ദൂതൻ റോജ് കാസ്റ്റർ അറിയിച്ചു. ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട ഇസ്രായേൽ പ്രതിഷേധം വ്യാപകമായതോടെ നെതന്യാഹു കൂടുതൽ സമ്മർദ്ദത്തിലുമാണ്. 3 ബന്ദികളെ വെടിവെച്ച് കൊല്ലുന്നതിനിടയിലാണ് ഗുരുതര വീഴ്ചയെന്ന് സമ്മതിക്കുന്ന ഇസ്രായേൽ സൈനിക റിപ്പോർട്ടും പുറത്തുവന്നത്. കടുത്ത മാനസിക സമ്മർദ്ദമാണ് വെടിവെപ്പിന് പിന്നിലെന്ന സൈനികവാദം പക്ഷേ ജനങ്ങൾ തള്ളുന്നു. ഇസ്രായേലിന്റെ 3 ഹെലികോപ്റ്ററുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി അൽ ഖസാം ബ്രിഗേഡ്സ് അറിയിച്ചു. 3 സൈനികർ ഇന്നലെ കൊല്ലപ്പെട്ടതായും 49 പേർക്ക് പരിക്കേറ്റതായും സൈന്യം സ്ഥിരീകരിച്ചു. ഹമാസിൽ നിന്ന് ഇസ്രായേലിന്റെ സുരക്ഷാ ഭീഷണി ഉയരാത്ത സാഹചര്യം ഉണ്ടാകണമെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേലിനെ അറിയിച്ചതായി പെന്റഗൺ വ്യക്തമാക്കി. അതിനിടെ വടക്കൻ മധ്യ തെക്കൻ ഗസയിൽ ആക്രമണം രൂക്ഷമായി. മഗാസി ഉൾപ്പെടെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചു. വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഗസയിൽ മരണം 21,320 ഉയർന്നു.